ഏറെ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ഡയറക്ടർ, ഈ യോഗത്തിന്റെ അധ്യക്ഷനും കൂടിയായ പ്രൊഫസർ ഡോക്ടർ പി.ടി. ബാബുരാജ് സർ, ദയാമ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലമാണ് സാമൂഹ്യ പ്രവർത്തന മേഖല കൂടുതൽ വിവരാത്മകമായ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിൽ ട്രെയിനിങ്സ് ആയ സോഷ്യൽ വർക്കേഴ്സും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും പ്രാധാന്യം അറിയിക്കുന്നു. എന്റെ ആഗ്രഹം കാസർഗോഡിന്റെ അമ്മ എന്നറിയപ്പെടുന്ന ഈ ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ ഏവരെയും ഒറ്റവാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശനം 10 മണിക്കാണ്. ഞാനാണ് ചെയ്യേണ്ടത്. ഞാൻ കോട്ടയത്തിന് പോകാം. എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് വിദ്യാഭ്യാസമല്ല, എന്നെക്കാട്ടിൽ കോടികൾക്ക് നൽകുന്ന ബഹുമാനപ്പെട്ട ദയാമയാണ് കോട്ടയത്തുള്ളത്. ഞാനിത് പോരുന്നു. അപ്പോൾ ദയാമന്മാർ ഇന്ത്യനായിട്ടുള്ള ലോകത്തില്ല എപ്പോഴും ദയാമയാണ് ഏറ്റവും വലിയ പൊലീഷൻ. കാരണം അറിയുന്നവർക്കറിയാം, കോട്ടയം മണ്ണിൽ പാലായിൽ ഉന്നതയും സുഹൃത്തുക്കൾക്കും വിദ്യാഭ്യാസം നേടി സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനിടയായ ദയാമ പിന്നെ കാണുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ആദരണീയായ ആദരിക്കുന്ന UN സെക്രട്ടറിയെ പോലും അവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാന്യായ ദയാമയെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പല വേദികളിലും എനിക്ക് പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പേടിയായി പറയേണ്ടത് വളരെ ചുരുക്കം വാക്കുകൾ. ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റായ ആളുകൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന MSW കോഴ്സിന് 40 വിദ്യാർത്ഥികൾ ബാച്ചിൽ ചേർന്ന് പഠിക്കുന്ന 3 ബാച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1ാമത്തെ ബാച്ച് വിജയം പൂർത്തിയാക്കിയ ഈ ക്യാമ്പസിലെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട, ഒപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഭിന്നശേഷി മേഖലയിലുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സാന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, അതുവരെ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റർ വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ അംഗമായിരിക്കുന്ന സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂൾ മെഡിക്കൽ കോളേജ്, അവിടുത്തെ കുഞ്ഞുങ്ങളും രക്ഷാകർത്താക്കൾ, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള പരിവാർ സംഘത്തെ പോലുള്ള സംഘടനകൾ പറയാൻ പാടില്ല. ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം നിരവധി രക്ഷാകർത്തുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊപ്പം വേദിക്കുന്ന ജോർജ് സാർ, നേരത്തെ ജീവത്തോട്ടിലെ പ്രൊഫസറായിട്ട് സഹപ്രവർത്തകനായിട്ട് സ്വാഗതം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികളോട് പറയാൻ പറ്റുള്ളൂ, കണ്ടാൽ മതി നമ്മളോട് പ്രവർത്തിക്കുന്നതിനാണ് ദയാവാനിക്കൊപ്പം ഒരു പ്രഭാവം. അത്രയുള്ളൂ. ദയാവാനിക്കൊപ്പം ഒരു പ്രഭാവം ഒന്നല്ല, ഇനി വരുന്ന ദിവസങ്ങളിലുള്ള എല്ലാ പ്രഭാവങ്ങളും നാം നിയമസഭ വിദ്യാർത്ഥികൾ എഴുതിയെടുക്കപ്പെടും. ഈ ഒരു ചിന്തയായിരിക്കും ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ആദരണീയ മഹതിയായ ദയാവാനിയെ നമ്മൾ നടക്കുമ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ടായിരിക്കുകയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല IUCDSന്റെ പേരിലുള്ള ഒരു സ്നേഹ ഉപകാരം അമ്മയ്ക്ക് നൽകുന്നതിനായി P.T. ബാബുരാജ് സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയും. സോഷ്യൽ വർക്ക്, ഞാൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്നാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ വർഷങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്തപ്പോൾ, അതുപോലെ സ്ത്രീകളുടെ ഉന്നമനം, ഈ വേർഡ്സൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയായിരുന്നു. നിങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ പോലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രണയിച്ചവരുടെ ക്ലോസ് ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒക്കെ പറയണമെന്നില്ല. അങ്ങനെയുള്ളവരെ എന്നെ മനസ്സിലാക്കി.
ഞാൻ 3 വയസ്സായപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. പാഷനേറ്റ് ഇൻറ്റൻസ് ആയിരുന്നു, അത് ഒരിക്കലും വഴി മാറിയിട്ടില്ല. പക്ഷെ അതും ഞാൻ സ്റ്റക്കായി കുറേ സമയത്ത്. ഐ ഡോണ്ട് നോ വൈ ഹൗ ടു ഗോ അഹെഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം ഞാൻ മിസ്ഫിറ്റ് ആയിരുന്നു. ഐ കുഡ്ന്റ് ഫിറ്റ് ഇൻ എനി വേ, കുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് ടു എനിവൺ. ആരും എന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലാണ് ഒത്തിരി നാൾ കഴിഞ്ഞത്. പക്ഷേ ആ പ്രണയം സാധ്യമായത് വളരെ ലേറ്റാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇനി എങ്ങനെയാണ് 3 വയസ്സ് പ്രണയിക്കുന്നത്? പക്ഷേ എൻ്റെ പപ്പ കൂടുതലും ജയിലിലൊക്കെ ആയിരുന്നു, പൊതുപ്രവർത്തനം. പപ്പ വീട്ടിലുള്ളപ്പോൾ ഞാൻ പപ്പായുടെ കൂടെയാണ് കിടന്നത്. പപ്പ ഒരു ദിവസം ഒരു കഥ പറഞ്ഞു. ഈ ഗാന്ധി അപ്പൂപ്പൻ്റെ അമ്മയുടെ കഥ ഒത്തിരി പറയുമായിരുന്നു. ഗാന്ധി അപ്പൂപ്പൻ കോട്ട് വലിച്ചെറിയിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു ചെറിയ പൊറുപ്പും പൊതിച്ച് തടി കൊണ്ടുള്ള ചെരുപ്പ് വിട്ട് നടന്ന് ദൂരെ ദൂരെ ഒത്തിരി ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ മറയുന്നു. എൻ്റെ പ്രണയം തുടങ്ങിയത് അവിടെയാണ്, ഗാന്ധിയോടല്ല. ഇങ്ങനെ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകും. അവിടെയായിരുന്നു പ്രണയം. അവര് ആകെ 2-3 മദർ ട്രീസും സിസ്റ്റേഴ്സും സെമിനാരീസും ഉള്ളവർ പാട്ട് പാടുക ഹാപ്പി ബർത്ത്ഡേ. അവരെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. അതിനെ സെലിബ്രേറ്റ് ഹാപ്പി ബർത്ത്ഡേ. എനിവേ ഇത് പാടിക്കൊണ്ടിരിക്കുന്നു 3 അമേരിക്കൻസ് ഡാക്കാക്കി പോകാനുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. ആരുടെ ബർത്ത്ഡേ എന്നാണ് ഞാൻ ഈ സ്റ്റോറി പറയുന്നത്. ഞങ്ങൾക്ക് ചില വർഷങ്ങളിൽ വെസ്റ്റബിളിക്കാരൊക്കെ നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ടും കൂടെയാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ പാട്ടും പാടി ഇത് കഴിഞ്ഞ് വാട്ട് ഡു യു പ്ലാൻ ടു ഡു ആഫ്റ്റർ ദിസ്? ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു വർക്ക് ഇൻ എ വാർ ടൂൺ കൺട്രി. അതൊരു പുതിയ അനുഭവമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കം ബാക്ക് ടു ഇന്ത്യ and I will do a SW because I don't have a professional social work knowledge. ഇത് കേട്ടിച്ച് അയാൾ എൻ്റെ അഡ്രസ്സ് ബംഗ്ലാദേശിൽ എഴുതിയെടുത്തു. എന്നിട്ട് പിന്നീട് ഒരു വലിയ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്തു. ഫോട്ടോ ഇഫ് യു വാണ്ട് ടു ഡു എ SW യു കം ടു US, ഐ വിൽ സ്പോൺസർ യു. ആരായിരുന്നു? ജോൺ എഫ് കെന്നഡിയുടെ യങ്ങസ്റ്റ് ബ്രദർ, അന്നത്തെ പ്രസിഡന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള സെനറ്റർ എഡ്വേർഡ് കെന്നഡി. അയാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം അവിടെ പോയി പഠിക്കാൻ. ആന്റി മലേറിയ, അതുപോലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി എന്നുള്ളത്, ആ ഒരു പ്രോപ്പർട്ടിക്ക് പോൾ മുള്ളർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അത് 2ാം ലോക മഹായുദ്ധത്തിലും പിന്നെ ലോകം മുഴുവനും DDT ഉപയോഗിച്ച ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കാൾസന്റെ പുസ്തകം. ആരും അത് വിശ്വസിച്ചിട്ടില്ല. കാരണം വിശ്വസിക്കാൻ താല്പര്യവുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇത്തരം കമ്പനികൾ തീർച്ചയായിട്ടും കമ്പനികൾ എക്കോണമിയെ, നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ എക്കോണമിയെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കമ്പനികൾ, ഇൻഡസ്ട്രി. അപ്പൊ അത് ഭരിക്കുന്നവർക്കും അതുപോലെ ഇൻഡസ്ട്രിക്കും ഒക്കെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യം കാൾസൺ പറയുകയും അത് പിന്നീട് ശാസ്ത്രലോകം തന്നെ അത് പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. അങ്ങനെ അന്ന് മുതൽ, ഞാൻ പറയുന്ന 60 മുതൽ 1960 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം 70 ആയപ്പോഴത്തേക്ക് ഇതിന്റെ പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട്. അത് കേരളത്തിൽ തീർച്ചയായിട്ടും എൻഡോസർബാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ആശംസകളും ഉദ്ഘാടനം ചെയ്തത്. കേട്ടിട്ടുണ്ടോ? ഈ കാസർഗോഡ് എന്താണെന്ന് അറിയോ? അതെ,
കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഒരു കൊച്ചിയില്ല. ഇതിന് വേറൊരു പേരും കൂടെയുണ്ട്, സപ്തഭാഷാ ഭൂമി. 7 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരുമയോടെ ഒരു ഇടയ്ക്കൊരു ഫ്രിക്ഷനും ഫാക്ഷനും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. പക്ഷേ ഇത്രയും നന്നായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ഈ സർക്കാർ ഒരു പണിയെടുക്കുന്നത് 12,000 ഏക്കർ കാഷ്യൂ പ്ലാന്റേഷൻ ഉണ്ടാക്കി. ഈ കാഷ്യൂ പൂത്ത് ഫലമായി തുടങ്ങിയപ്പോൾ ഈ മരുന്നെന്ന് പറഞ്ഞ സാധനം കൈകൊണ്ട് അടിച്ചു തുടങ്ങിയപ്പോ അത് പോരാ. പിന്നെ 20 വർഷമാണ് ഹെലികോപ്റ്ററിൽ കൂടെ അടിച്ചുവിട്ടത്. കുറച്ചായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ വിചിത്ര ജീവിതങ്ങൾ. 2 കാലുള്ള പശുക്കുട്ടി, 1.5 കാലുള്ള ആട്, പിന്നെ വലിയ തലയുള്ള കുട്ടികൾ, ഒരു നേരം കോലമുള്ള കൈയും കാലും ഒക്കെ തേക്കോലങ്ങളെ പോലെ ഇരിക്കുന്ന മനുഷ്യക്കുഞ്ഞുങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത, ഈ കുളങ്ങളിലൊക്കെ മീനുകളൊക്കെ ചത്തുപോകുന്നത്. കാസർഗോളെ മുത്തപ്പൻ കോപിച്ചതാണെന്ന് പറഞ്ഞ പൂജകളൊക്കെ കുറെ ആയിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ മണിപ്പാലിൽ നിന്ന് ഒരു ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബർഗ്, അയാൾ ഡോക്ടറാണ്, ലോയറാണ്, ഇവിടെ വന്ന് ആളുകളുടെ ബ്ലഡ്, ബ്രസ്റ്റ് മിൽക്ക്, പിന്നെ മണ്ണ്, വെള്ളം, ധാന്യങ്ങൾ, ഇലകായപ്പൂ എല്ലാം ടെസ്റ്റ് ചെയ്തു. അഹമ്മദാബാദിൽ നിന്ന് ഒരു മെഡിക്കൽ മെഷീൻ വന്ന് അവരും ടെസ്റ്റ് ചെയ്തു. അവസാനം അതേ മുത്തപ്പൻ അവിടെ ഇരുന്നോട്ടെ, മുത്തപ്പനൊന്നും ചെയ്തിട്ടില്ല. ഇതേ ഈ മരുന്നാണ്. ഈ മരുന്നെന്ന് പറയുന്ന സാധനമാണിത്. ഇതിന്റെ അഭാവം 150 വർഷം വരെ 5 തലമുറയെങ്കിലും പോകും. സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ സുപ്രീം കോടതിയിൽ വിട്ടുകൊടുത്ത് ഇത് ബാൻ ചെയ്യിപ്പിച്ചു. അതിനോടൊക്കെ ഒരു കൃഷി അധികാരി നീലാകുമാരിയുടെ ആളെയും ഇതിൽ മരിച്ചു. അവർ ലോക്കൽ കോടതിയില് കേസ് കൊടുത്തു. എന്റെ പേര് ശിവദേവ. എൻ മകനെ എന്റെ മോളെ ശീലു 3ാം ക്ലാസ് പഠിക്കുമ്പോ ഈ വിമാനം കണ്ടവള് നോക്കി നിന്ന് പോയി. കൂട്ടുകാരുണ്ട് വിമാനം അവളുടെ മുകളില് ഈ ചീറ്റി വേദനിച്ച് അവളുടെ ഉടുപ്പെല്ലാം നനഞ്ഞു വീട്ടിൽ കാണിക്കില്ല. ഞാനവിടെ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഉടുപ്പെല്ലാം വൃത്തികേടാക്കി വന്നിട്ട്. പക്ഷെ അവളെ കുളിപ്പിച്ച് കഞ്ഞിയും കൊടുത്ത് കിടത്തി. എനിക്ക് എന്റെ ശീലം മാത്രമേ ഉള്ളൂ. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. ഞാനാണ് ശീലിനെ വളർത്തുന്നത്. എനിക്ക് പണിക്ക് പോകുമ്പോ ഒരു പൂച്ചയെ ഒരു അനുവാദം അവളുടെ ഇടയ്ക്ക് കെട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗതികേട് വന്നിട്ടുണ്ടോ? ഒരമ്മ പൂച്ചയെ മോളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോവുക. ഇതെന്റെ 5ാമത്തെ പൂച്ചക്കുട്ടിയാണ്. എന്റെ മോളുടെ അടുത്ത് വളരെ കാര്യമായിട്ട് ഇരുന്നത് അവളെ നോക്കി. അവള് 35 വർഷം കിടന്ന് ചുരുങ്ങി ചുരുങ്ങി കൊച്ചു കുട്ടിയെ പോലെ. ആദ്യം ഒരമ്മയെ MSW പഠിച്ച ഭിന്നശേഷിക്കാരെ
പ്രതികരിക്കാൻ വന്നതാണ്. നിങ്ങളാരും പറയണ്ടേ, എന്റെ മക്കളോടൊന്നും ഇത് പറയണ്ടേ, ഈ ഭാഗ്യമായി പറയണമെന്ന്. എനിക്ക് 4 മക്കളുണ്ട്. നിങ്ങളെപ്പോലെയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്നവരായിരുന്നു. ഈ അവതരണവും മറ്റ് കാര്യങ്ങളുമൊക്കെ പത്രദ്വാര ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ നേരിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ച് സ്വന്തം അനുഭവം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി അങ്ങനെയുള്ളവരെ ഫേസ് ചെയ്ത ഒരു വ്യക്തി ായിട്ടുള്ള ഒരു സുപ്രഭാത ദിനം. ഈ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 30ഓളം വർഷം ഞാൻ സേവനം അനുഷ്ഠിക്കുകയാണ്. ഇത്ര ഹൃദയസ്പർശിയായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ നിന്നുണ്ടായി. നമുക്കത് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല മനുഷ്യർ. നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ PT ബാബുരാജ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറാണ്. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭിന്നശേഷി കമ്മീഷനുണ്ട് എന്ന് ഞങ്ങൾ വളരെ ഡിപ്പാർട്ട്മെന്റ് പറയാറുണ്ട്. സാറിന്റെ നിലപാടുകളെല്ലാം അങ്ങനെയാണ്. അതുപോലെ ഓരോ തവണ സാറ് സർവകലാശാലയിലേക്ക് വരുമ്പോഴും വൈസ് ചാൻസലർ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞ പോലെ ഒരു നന്മയെ നമുക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട്.